കഴിഞ്ഞ സാദാത്ത് സംഗമത്തിൽ മുട്ടിപ്പടി തങ്ങൾ പറയുന്നുണ്ട്, മുമ്പ് പറയുന്നുണ്ട് നമ്മുടെ സാഹചര്യവും പാരമ്പര്യവും എന്താണ് കേൾപ്പിച്ചു കൊടുക്കും. ഞങ്ങൾ പക്ഷാന്തരങ്ങൾ പറയില്ല. ഇവിടെ 99% ഹുസൈനി സാദാത്തുക്കളായിരിക്കും. അവരെ ഉൾപ്പെടെ 72ഓളം സാദാത്തുക്കൾ ഷഹീദായ ദിവസമാണ് മുഹറം 10. അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലൊക്കെ ഹുസൈൻ മോദിയുടെ മൗലിദ് ഓരാറുണ്ട്. ഇപ്പോഴും അത് തോന്നുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ മൗലിദ് തീരുമാനിച്ചപ്പോൾ കളിയാക്കാൻ തീർച്ചയായിട്ടും എന്തൊരു സങ്കടം. ഇതൊക്കെ ഉള്ളത് അങ്ങനെ പൊന്നാരി ചെന്നപ്പോഴാണ് വയലിരിക്കാൻ പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ മുഹറം 10 ഞാൻ കരുതെത്തി തെക്കരക്ക വഴിയിൽ അവിടെ സെക്കൻഡ് ഞാൻ വിളിച്ച് എന്താണ് നേതൃത്വം നൽകിയ പണ്ട് കാലത്തെ നടന്നു വരുന്നതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന പരിസ്ഥിതികളാണ് ആചാരങ്ങൾ. അപ്പൊ നാളത്തെ ദിവസം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ധാരാളം സാധാരണ പ്രത്യേകിച്ച് അപ്പൊ കഴിഞ്ഞ സാദാത്ത് സംഗമത്തിലാണ് വേണ്ട 4 കാര്യമാണ് പറഞ്ഞു. ഒന്ന് സാദാത്ത് സംഘമാണ് ഇതാ പ്രസംഗിക്കുന്നത്. ആ സാധനം എടുക്കപ്പെട്ടു പോയി. 2 അവിടെ പറഞ്ഞില്ലേ, അഹ്ലുൽ ലബാഇന്റെ മൗലിദ് കാലങ്ങളായി നടന്നു വരുന്നതാണ്. 3 ഇപ്പൊ ചിലർ അതിനെ ഷിയ എന്ന് പറയുന്നു. എന്താ അവസ്ഥ? ഷിയ എന്ന് പറയാണ് ചിലർ. ഞാൻ കരിവന്തിരുത്തി പള്ളിയിൽ കഴിഞ്ഞ വർഷം ഹുസൈനാര മൗലിദുകളൊക്കെ വളരെ ശക്തമായിട്ട് പങ്കെടുത്തു. അതൊക്കെ ഇവിടെ എന്നും നടന്നു പോരുന്നതാണ്. നമ്മൾ നിലനിർത്തണം. നമുക്ക് വസിയത്തയുണ്ട്. നിലനിർത്താൻ നിങ്ങൾ മാറിയില്ലേ? നിങ്ങൾ എന്നെ മാറിപ്പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും പ്രസംഗിച്ച ഈ തങ്ങൾക്ക് വരെ, തങ്ങളെ അടുത്ത് പറയാൻ കാരണമുണ്ട്. കാരണം ഇവർ അഹ്ലുൽ ബൈത്താണ് എന്നാണ് ഇവർ പറയുന്നത്. ചെക്ക് ചെയ്യേണ്ടിയുണ്ട്. കാരണം ആ സ്വഭാവം കാണിക്കണം. അഹ്ലുൽ ബൈത്ത് റസൂലില്ല എന്ന് പറയുന്നതിന്റെ ഹെഡിൽ പോയി നിൽക്കുന്ന ആളാണ് സയ്യിദുനാ ഹുസൈൻ. ആ ഹുസൈനാരെ ആത്മഹത്യ ചെയ്തു എന്നൊരുത്തൻ പറഞ്ഞിട്ട് ഓനെ തീറ്റിപ്പോറ്റുമ്പോ ചെക്ക് ചെയ്യണ്ടേ? അഹ്ലുൽ ലബാഇന്റെ മൗലിദ് ഷിയാക്കളുടെ ബൈത്താണ് എന്ന് പറയുന്ന ഈ ഷിയാ ഫൈസിനെ എങ്ങനെ അവിടെ നിർത്തുന്നു? മാത്രമല്ല അത്രയും പാരമ്പര്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞ ഈ തങ്ങള് ഹിജ്റ കോൺഫറൻസ് നടത്തി. ഇവർ പറഞ്ഞ ഡേറ്റിൽ മിനിയാണ് അതിൽ ഞാൻ നോക്കി ഹുസൈനാരെ കുറിച്ച് തങ്ങൾ എന്തോ പറയുന്നുണ്ടോ? ഹുസൈനാരെ പേര് പറയാൻ തന്നെ പേടി. ലാസ്റ്റ് ഉണ്ട് ഈ ദിവസം അല്ലെങ്കിൽ ഈ മാസം പ്രത്യേകം ഓർക്കുന്ന പോലെ പേരിങ്ങനെ വായിക്കുന്നുണ്ട്. കുമരംപുത്തൂർ അലിമുസ്ലിയാർ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഒരു അവസ്ഥ നോക്കിങ്ങളെ വരെ ഹുസൈനാരെ പേരൊക്കെ ഉണ്ട്. പല മൊയ്ലിയന്മാരെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറയണം. അഹ്ലുൽ ലബാഇൽ ഒന്നുമില്ല. ഈ തങ്ങൾ പറയേണ്ടത് തുടക്കത്തിൽ വേറെ മൊയ്ലിയാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഹുസൈനാരെ ഓർക്കുന്ന സഭയാണ് ഇതൊക്കെ. ഞാൻ നോക്കി ആരായി ഓർക്കാൻ വരേണ്ട ആള് വലിയ ആൾ വന്നല്ലോ. എന്നിട്ടുണ്ട് ആ ഫാത്തിഹ ഓതുന്ന പേരിൽ ഇവരെല്ലാവരും എണ്ണുന്ന കൂട്ടത്തിലുണ്ട്. ഒരു സാധാരണ ആൾ എണ്ണുന്ന പോലെ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന ഹുസൈൻ അവരാർക്കും ഒരു ഫാത്തിഹ ഓതാന്ന്. ആരെ പഠിച്ചിട്ടാണ് ഈ മാറ്റം? ആരംഗങ്ങളൊന്നും കണ്ടോക്ക്. കുമരംപുത്തൂർ അലി ഉസ്താദ്, വാണിയമ്പലം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ സാരിയാത്തി, താത്തൂർ ശുഹദാക്കൾ, ഇമാം സാബി റളിയല്ലാഹു അൻഹു, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം സയ്യിദ് ശബാബി അഹ്ലുൽ ജന്ന സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പേരിൽ പ്രത്യേകിച്ച് എന്റെ എല്ലാമായ ഉപ്പ സയ്യിദ് അഹ്മദുൽ ബുഖാരി എല്ലാമായ ഉപ്പന്റെയും ഉപ്പയല്ലേ തങ്ങളാണെങ്കിൽ ആര്? സയ്യിദുനാ ഹുസൈൻ. അഹ്ലുൽ ബൈത്തിന്റെ ഷഹാദത്ത് നടന്ന ദിവസത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട്